എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 5-ാമത്തെ സർഗത്തിലെ 11ഉം 12ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 11-ാമത്തെ ശ്ലോകത്തിൽ ഇന്ദ്രവജ്രവൃത്തവും 12-ാമത്തേതിൽ ഉപജാതി വൃത്തവുമാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് അരിഷ്ടൻ വന്നിട്ട് കാണുകയാണ്, ആ അമ്പാടിയുടെ മഹത്വം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇന്നത്തെ 2 ശ്ലോകങ്ങളിലും വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആദ്യം 11-ാമത്തെ ശ്ലോകം നോക്കാം. പ്രാപ്തം ഫലം സംപ്രതി നേത്രയോർമേ യേ പശ്യതോ രമ്യമിമം നിവാസം അന്വീക്ഷ്യ ധാമൈതദമർത്യലോകം മന്യേ വിമൂഢാ പരമാദ്രിയന്തേ. ആദ്യം പദച്ഛേദം നോക്കാം. പ്രാപ്തം ഫലം സംപ്രതി നേത്രയോ മേ യേ പശ്യത രമ്യം ഇമം നിവാസം അന്വീക്ഷ്യ ധാമ ഏതത് അമർത്യലോകം മന്യേ വിമൂഢാ പരം ആദ്രിയന്തേ. അരിഷ്ടൻ ഈ ഒരു അമ്പാടിയുടെ സൗന്ദര്യത്തെ പറ്റിയിട്ടാണ് വർണ്ണിക്കുന്നത്. പൂതനാമോക്ഷം കഥകളിയിൽ പറയും, അമ്പാടി ഗുണം വർണ്ണിപ്പാൻ വമ്പനല്ല ഫണിരാജനും എന്ന്. അതായത് 1000 നാവുകളുണ്ടെങ്കിൽ പോലും വർണ്ണിച്ച് അവസാനിപ്പിക്കാൻ പറ്റില്ല അമ്പാടിയുടെ ഗുണഗണങ്ങൾ വർണ്ണിക്കാൻ തുടങ്ങിയാൽ. അതുപോലെ അരിഷ്ടനും ഇതൊരു നല്ല പ്രദേശമായിട്ട് തോന്നുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്. മേ നേത്രയോ ഫലം സംപ്രതി പ്രാപ്തം. മേ നേത്രയോ, എൻ്റെ കണ്ണുകൾക്ക്, എൻ്റെ 2 കണ്ണുകൾക്കും ഫലം, കണ്ണുകളുടെ ഫലം എന്ന് പറഞ്ഞാൽ കണ്ണുകൾക്ക് ഏറ്റവും നല്ല കാഴ്ച കാണാൻ പറ്റുക എന്നുള്ളതാണ്. അതാണ് നേത്രയോ ഫലം, കണ്ണുകൾക്ക് ഫലം സിദ്ധിച്ചു, ഇന്ന് എൻ്റെ കണ്ണുകൾ സഫലങ്ങളായി. അതാണ് മേ നേത്രയോ ഫലം സംപ്രതി പ്രാപ്തം, ഇന്നേ അതിൻ്റെ ഗുണം പൂർണ്ണമായിട്ട് ലഭിച്ചുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തുകൊണ്ട്? യാതൊരു 2 എണ്ണങ്ങൾ, അതായത് 2 കണ്ണുകൾ. നപുംസകലിംഗത്തിലായതുകൊണ്ടാണ് യത് യേ യാനി എന്നാണ് രൂപം വരിക. നേത്രം എന്നുള്ളത് നപുംസകലിംഗമാണ്. അതുകൊണ്ട് യേ എന്ന് പറഞ്ഞാൽ യാവ 2 എണ്ണങ്ങൾ, അതായത് എൻ്റെ 2 കണ്ണുകൾ. യേ രമ്യം ഇമം നിവാസം പശ്യത. എന്താണ്ടായത്? എൻ്റെ ഈ 2 കണ്ണുകളും ഇപ്പോൾ രമ്യമായിട്ടുള്ള ഈ സ്ഥാനം കണ്ടുവല്ലോ. ഇത്ര സുന്ദരമായിട്ടുള്ള, ഇത്രയ്ക്ക് ആകർഷകമായിട്ടുള്ള ജനങ്ങൾ വസിക്കുന്ന ഒരു പ്രദേശം, അത് എൻ്റെ കണ്ണുകൾക്ക് കാണാൻ സാധിച്ചുല്ലോ എന്നുള്ളത് കൊണ്ട് കണ്ണുകൾ സഫലങ്ങളായി. ഏതൊരു കാഴ്ചയാണോ കണ്ണുകൾക്ക് കാണേണ്ടിയിരുന്നത്, എന്ത് കണ്ടാലാണോ സഫലമായി തീരുക, അതാണിവിടെ സംഭവിച്ചത് എന്ന് അരിഷ്ടന് മനസ്സിലായി. എന്നിട്ട് പറയാണ്, ഏതത് ധാമ അന്വീക്ഷ്യ. ആരെങ്കിലുമൊക്കെ ഈ ഒരു പ്രദേശം, ധാമ എന്ന് പറഞ്ഞാൽ ഇരിപ്പിടം, പ്രദേശം എന്നൊക്കെ അർത്ഥം, ഈ ഒരു പ്രദേശം കണ്ടിട്ടുണ്ടെങ്കിൽ, അന്വീക്ഷ്യ ഒരിക്കലെങ്കിലും കണ്ടിട്ടുണ്ട് എങ്കിൽ പിന്നെ എന്താണ് സംഭവിക്കുക? അവർക്ക് സ്വർഗത്തിനോട് പോലും ബഹുമാനം ഉണ്ടാവില്ല. അത്രയ്ക്ക് സ്വർഗത്തിനേക്കാളും കേമായിട്ടുള്ള സ്ഥലമായിട്ടാണ് അമ്പാടിയെ വർണ്ണിക്കുന്നത്. എന്നിട്ട് പറയാണ്, ഇത് കണ്ടിട്ടുള്ളവര് ആരെങ്കിലുമൊക്കെ പിന്നെയും സ്വർഗത്തിനെ കേമായിട്ട് വർണ്ണിക്കുകയാണ് എങ്കിൽ, അതാണ് പറയണത്, ഏതത് ധാമ അന്വീക്ഷ്യ വിമൂഢ അമർത്യലോകം പരം ആദ്രിയന്തേ ഇതി മന്യേ. ഞാനിതാണ് വിചാരിക്കുന്നത്. മന്യേ ശങ്കേ ധ്രുവം എന്നൊക്കെ പറയുമ്പോൾ അവിടെയൊക്കെ ഉത്പ്രേക്ഷാലങ്കാരാണ് പറയണത്. ഇവിടെ പറയാണ്, ഇതൊക്കെ കണ്ടിട്ടും ചില ആൾക്കാർ പറയുകയാണ് എങ്കിൽ വിമൂഢാഹ, അവർ മണ്ടന്മാർ തന്നെയാണ്. എന്തുകൊണ്ടാണ് അവരെ മണ്ടന്മാരായിട്ട് ഞാൻ കണക്കാക്കുന്നത്? ഈ അമ്പാടിയേക്കാളും ഒട്ടും ഗുണം കൂടുതലുള്ള സ്ഥലമല്ല സ്വർഗം. അതുകൊണ്ട് കണ്ടിട്ടുള്ളവര് പിന്നെയും അമർത്യലോകത്തിനെ, അമർത്യന്മാരുടെ, അതായത് ദേവന്മാരുടെ ലോകത്തിനെ പരം ആദ്രിയന്തേ ചെയ്ത് പരമമായിട്ടുള്ള ലോകമായിട്ട് കണക്കാക്കുന്നുവെങ്കിൽ അവരെ ഞാൻ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? തേ വിമൂഢ ഇതി അഹം ചിന്തയാമി. അതായത് മൂഢന്മാർ മാത്രമേ സ്വർഗലോകത്തിനെ ഇതിനേക്കാളും നന്നായിട്ട് കണക്കാക്കുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ, ബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാർക്ക്
മനസ്സിലാവും അമ്പാടി തന്നെയാണ് സ്വർഗലോകത്തിനേക്കാളും കേമമായിട്ടുള്ളത്. അപ്പോൾ ആരെങ്കിലും സ്വർഗത്തിനെ ആദരിക്കുന്നുണ്ടെങ്കിൽ അവർ മൂഢന്മാരായിരിക്കും എന്നാണ് അരിഷ്ടൻ പറയണത്. രണ്ട് തരത്തിലും നമുക്ക് പറയാൻ പറ്റും. മൂഢന്മാർ മാത്രമേ അമ്പാടിയെ കണ്ടിട്ടും സ്വർഗത്തിനെ ആദരിക്കുള്ളൂ. ഇനി അമ്പാടിയെ കണ്ടിട്ടും സ്വർഗത്തിനെ ആദരിക്കുന്നവരെ മൂഢന്മാർ എന്ന് മാത്രമേ വിളിക്കാനും പറ്റുള്ളൂ. ഈ രണ്ടർത്ഥത്തിലും നമുക്ക് അതിനെ വ്യാഖ്യാനിച്ചെടുക്കാം. അപ്പോൾ അരിഷ്ടൻ്റെ കണ്ണുകൾക്ക് ഏറ്റവും സാഫല്യം വന്നൊരു ദിവസമായിരുന്നു അമ്പാടിയിലെത്തിയ ദിവസം. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ജന്മം തീരാൻ പോവുകയാണ്. ഭഗവാന്റെ കൈകൊണ്ട് അരിഷ്ടൻ മരിക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ മാറ്റി ചിന്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ മാറി തോന്നുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് മാത്രമാണെന്നല്ല, അമ്പാടി സുന്ദരമാണ്, പക്ഷെ അരിഷ്ടൻ പോലും മാറി ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അരിഷ്ടന് വന്ന വ്യത്യാസം. നമുക്ക് അടുത്ത ശ്ലോകം കൂടി നോക്കാം. 12ാമത്തെ ശ്ലോകം നോക്കൂ. പരസ്വലോഭ പരുഷോക്തിരീർഷ്യ മോഹോ മദശാഢ്യമസത്യവാദ നേഹാശുഭം കിഞ്ചന കിം ബ്രവീമി മമാപി സത്വസ്ഥ ഇവാധുനാത്മാ. പദച്ഛേദം നോക്കാം. പരസ്വലോഭ പരുഷോക്തി ഈർഷ്യ മോഹ മദ ഷാഢ്യം അസത്യവാദ ന ഇഹ അശുഭം കിഞ്ചന കിം ബ്രവീമി മമ അപി സത്വസ്ഥ ഇവ അധുനാ ആത്മാ. എന്തൊക്കെയാണ് അമ്പാടിയിൽ ഉള്ളതായ ഗുണഗണങ്ങൾ, എന്തെല്ലാം ദോഷങ്ങളില്ല, അതാണ് ഇവിടെ പറയണത്. പലതുമില്ല. ദോഷങ്ങളെ പറ്റിയിട്ടാണ് ആദ്യം വർണ്ണിച്ച് തുടങ്ങുന്നത്. പരസ്വലോഭ, പരസ്വം എന്ന് പറഞ്ഞാൽ വേറൊരാളുടെ സ്വത്ത്. ആ സ്വത്തിലൊന്നും ഇവിടെ ആർക്കും മോഹമില്ല. പരസ്വലോഭ, മോഹമില്ല എന്നുള്ളത് അവസാനം പറയണത്. പരസ്വലോഭം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ വസ്തുവകകളോട് തോന്നുന്ന ആർത്തി. പിന്നെ പരുഷോക്തി, പരുഷമായിട്ടുള്ള ഉക്തി, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തരത്തിൽ, മറ്റുള്ളവരുടെ മനസ്സിൽ ഹൃദയത്തിൽ ഇങ്ങനെ ആഞ്ഞു തറയ്ക്കണ വിധത്തിലുള്ള വാക്കുകൾ പറയാം. അത് ഇല്ല എന്നുള്ളത് അവസാനത്തേക്ക് പറയും. അതാണ് ഇവിടെ പരുഷോക്തി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഇനി അടുത്തത് ഈർഷ്യ. ഈർഷ്യ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ സുഖങ്ങളിലും അല്ലെങ്കിൽ സന്തോഷങ്ങളിലുമൊക്കെ തോന്നുന്നതായ അസൂയ, ഈർഷ്യ. മോഹ, മോഹ എന്ന് പറഞ്ഞാൽ അജ്ഞാനം, അറിവില്ലായ്മ. ഭീതി എന്നൊക്കെ അർത്ഥം പറയുന്നുണ്ട്. അതൊന്നും അതായത് നല്ലൊരു വികാരമല്ല അതൊന്നും. മോഹം എന്ന് പറഞ്ഞാൽ മോഹാലസ്യപ്പെട്ട് വീഴുക എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് സംസ്കൃതത്തിൽ പ്രയോഗിക്കുക. അടുത്തത് മദം, മദ എന്ന് പറഞ്ഞാൽ അഹങ്കാരം, ഞാൻ ആരൊക്കെയോ ആണ് എന്നുള്ളൊരു തോന്നൽ. അടുത്തത് ഷാഢ്യം, ഷഠന്മാരുടെ സ്വഭാവമാണ് ഷാഢ്യം. ഇന്നത് കിട്ടിയാലേ അടങ്ങൂ, എനിക്ക് ഇങ്ങനെയൊക്കെ വേണം, ഞാൻ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള ആ ഒരു വാശികളെയാണ് ഷാഢ്യം എന്ന് പറയുന്നത്. അടുത്തത് അസത്യവാദം. അസത്യവാദം എന്ന് പറഞ്ഞാൽ നുണ പറയൽ, പൊളി പറയുക, ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ പൊളി പറഞ്ഞുകൊണ്ട് നടക്കുക, അതാണ് അസത്യവാദം. ഇങ്ങനെയൊക്കെയുള്ള അശുഭം ന ഇഹ, ഇതൊക്കെ അശുഭങ്ങളാണ്, ഇതൊക്കെ ദോഷങ്ങളാണ്. ഇതൊന്നും ആർക്കും ആവശ്യമില്ലാത്തതാണ്. നമ്മുടെ ജീവിതത്തിലൊന്നും ഇതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇതൊക്കെ കൊണ്ട് നടക്കണവരാണ് അധികവും. ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ വിഷയങ്ങളിൽ ഇടപെടുക, മറ്റുള്ളവരുടെ സ്വത്ത് മോഹിക്കുക, അത് കിട്ടണമെന്ന് വിചാരിക്കുക, ചീത്തത്വങ്ങൾ പറയുക, കുത്തുവാക്കുകൾ പറയുക, ഈർഷ്യ കൊണ്ട് നടക്കുക, മറ്റുള്ളവർക്ക് നന്മ വരുമ്പോൾ ദേഷ്യം വരിക, അങ്ങനെയൊക്കെ എല്ലാം പൊട്ട ശീലങ്ങളാണ്. അതാണ് മനുഷ്യർ ധാരാളമായിട്ട് കൊണ്ട് നടക്കുന്നത്. അതൊന്നും ഇവിടെ അല്പം പോലും കാണാനില്ല എന്നാണ് അരിഷ്ടൻ പറയണത്. അതാണ് അശുഭം, അമംഗളകരങ്ങളായിട്ടുള്ള ഈ വക സാധനങ്ങളൊന്നും ഇഹ ന, ഇവിടെ ഈ അമ്പാടിയിൽ ഇല്ല തന്നെ, ഒട്ടുമില്ല എന്നാണ് പറയുന്നത്. അതാണ് അശുഭം കിഞ്ചന ന ഇഹ, അശുഭം അല്പം പോലും ഇല്ല. കുറച്ച് അവിടെയെങ്കിലും ഇവിടെയൊക്കെ ആയിട്ട് നോക്കിയാൽ കാണാമെന്ന് പറയണ പോലെയല്ല, ഒട്ടും തന്നെ ആർക്കും തന്നെ അങ്ങനത്തെ ദുസ്വഭാവങ്ങൾ കാണാനില്ല. കിം ബ്രവീമി, എന്ത് പറയാനാ? അതായത് അരിഷ്ടൻ തന്നെത്താൻ പറയാണ്, എന്ത് പറയാനാ, എന്താ ഇനി ഇതിനെപ്പറ്റി പറയാനൊന്നുമില്ല. അധിക നേരം ഞാനിവിടെ നിന്നാൽ എന്തായിത്തീരും? മമ അഭി ആത്മാ അധുനാ സത്വസ്ഥൈവ, എനിക്കൊരു പരിഭ്രമം വരുന്നുണ്ട്. ഞാനിവിടെ ഇങ്ങനെ കുറച്ചധികം നേരം നിന്നാൽ എൻ്റെ മനസ്സും സാത്വിക സ്വഭാവമുള്ളതായി തീരുമോ എന്ന് അരിഷ്ടന് പേടിയായി. അരിഷ്ടൻ ഒരു അസുരനാണല്ലോ, ദൈത്യനാണല്ലോ, അയാൾക്ക് താമസ സ്വഭാവമാണുള്ളത്. അപ്പോൾ സാത്വികം
രാജസികം, താമസം എന്നിങ്ങനെ 3 ഗുണങ്ങളാണുള്ളത്. 3 ഗുണങ്ങളെ അധികരിച്ചുള്ള സ്വഭാവങ്ങളാണുള്ളത്. നല്ല ആൾക്കാർക്ക് സത്വഗുണം ഉണ്ടാവും. ഇവിടെ അസുരന്മാരുടെ കാര്യമാണ് പറയണത്. അസുരന്മാർക്ക് സാധാരണമായിട്ട് കണ്ടിട്ടുള്ളത് താമസ ഗുണമാണ്, തമോ ഗുണമാണ്. അപ്പോൾ അരിഷ്ടൻ വിചാരിക്കുകയാണ്, അമ്പാടിയിൽ അധികം നേരം നിന്നാൽ ഞാനും സത്വസ്ഥനാകുമോ? മമ അഭി ആത്മാ, എൻ്റെ ആത്മാവും എൻ്റെ മനസ്സിൻ്റെ സ്വഭാവവും ബുദ്ധിയും അധുന ഇപ്പോൾ മാറാൻ തുടങ്ങി. അതാണ് അധുന ഇപ്പോൾ സത്വസ്ഥൈവ, നന്മയിലേക്ക് മാറിയതുപോലെ തോന്നുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം സ്വഭാവമായിട്ട് ജീവിക്കുകയാണ്. എപ്പോഴും എനിക്ക് അതാണ് നല്ലത്. അതായത് ഞാനൊരു അസുരനാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെയൊക്കെയാണ് സ്ഥിരം തോന്നാറുള്ളൂ. അതിൽ നിന്ന് മാറേണ്ട കാര്യമില്ല എന്നാണ് ദൈത്യൻ വിചാരിക്കുന്നത്. മറ്റുള്ളവരെ വെച്ചാണ് പറഞ്ഞത്. ഞാനും മാറുമോ എന്നെനിക്ക് പേടിയാവണു. ഇവിടെയും ഉത്പ്രേക്ഷാലങ്കാരം തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ എന്താണ് തനിക്ക് ചെയ്യാനുള്ളത് എങ്കിൽ അത് വേഗം ചെയ്തു തീർക്കുകയാണ് നല്ലത്. ഇവിടെ നിന്ന് അതിനുശേഷം മാറിപ്പോവുകയാണ് നല്ലത് എന്ന് അരിഷ്ടൻ ആലോചിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. പ്രാപ്തം ഫലം സംപ്രതി നേത്രയോർമേ യേ പശ്യതോ രമ്യമിമം നിവാസം അന്വീക്ഷ്യ ധാമൈതമർത്യലോകം മന്യേ വിമൂഢാഃ പരമാദ്രിയന്തേ പരസ്വലോഭഃ പരുഷോക്തിരീർഷ്യ മോഹോ മദശാഢ്യമസത്യവാദ നേഹാശുഭം കിഞ്ചന കിം ബ്രവീമി മമാഭി സത്വസ്ഥ ഇവാധുനാത്മാ. ചന്ദനം ചാരിയ ചന്ദനം മണക്കും എന്ന് പറയുന്നത് പോലെ നല്ലതിനോട് ചേർന്നാൽ നന്നായി തീരും. പക്ഷെ അങ്ങനെ ഒരു ചിന്ത അരിഷ്ടന് വരുന്നില്ല. അയാള് അസുര ജന്മമായതുകൊണ്ടാണ് അങ്ങനെ തോന്നാത്തത്. അതിൻ്റെ ഫലം പിന്നീട് അനുഭവിക്കുകയും ചെയ്യും. നന്മയിലേക്ക് തിരിയണോ എന്ന് പലപ്പോഴും മനസ്സും ശരീരവും അതെ കണ്ണും ഒക്കെ ചിന്തിച്ചു തുടങ്ങിയിരുന്നു. പക്ഷെ തിരിച്ചതേപോലെ തന്നെ ഞാൻ അസുരനായിട്ട് തന്നെ നിലനിൽക്കുകയാണ് നല്ലത്, എൻ്റെ ഒരു സ്വഭാവം അതാണെന്നുള്ളത് കൊണ്ട് തിരിച്ചു വരണ അരിഷ്ടനെ ഭഗവാൻ വധിക്കുക തന്നെ ചെയ്തു. അത് പിന്നീട് വർണ്ണിക്കും. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.